നാളെയും പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ തുടരുകയാണ്. നിർണായക സന്ദർശനമാണ് നാളെ നടക്കുക. ചോള രാജവംശത്തിന് തുടക്കം കുറിച്ച ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജയന്തി ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുച്ചിറപ്പള്ളി ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പ്രൗഢഗംഭീരമായ ചോള സാമ്രാജ്യത്തിന്റെ ആ പ്രൗഢി വിളിച്ചോതുന്ന ഒട്ടേറെ പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവിടെ വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ഈ ചോള സാമ്രാജ്യത്തിന്റെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ ആ ക്ഷേത്രം തന്നെ സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചോള സാമ്രാജ്യത്തിൻ്റെയൊക്കെ വലിയ പെരുമ പേറുന്ന തമിഴ്നാടിന് അതുപോലെ വലിയ സന്ദേശം നൽകാൻ പോകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീർച്ചയായിട്ടും നീലിമ, ഇന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ നിരവധി വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത് എങ്കിൽ നാളെ അദ്ദേഹം പങ്കെടുക്കുന്ന ഈ പരിപാടി അത് ഏവരും വലിയ ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നാളെ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഒരു 11 മണിയോടുകൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃച്ചിയിലേക്ക് എത്തുക. അതിനുശേഷം 11:50 തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതാണ്. ഈ ബൃഹദേശ്വര ക്ഷേത്രം എന്നുള്ളത് നമുക്കറിയാം. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രമുണ്ട്. അതായത് തഞ്ചാവൂരിൽ രാജരാജ ചോഴൻ പണി കഴിപ്പിച്ചതാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ക്ഷേത്രം. പക്ഷേ ആ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ രാജരാജ ചോഴൻ്റെ അരുമയായ അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര ചോഴൻ അദ്ദേഹം വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ ഗംഗൈക്കൊണ്ട ചോഴപുരം എന്നുള്ള ആ ഒരു പ്രദേശത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ രാജേന്ദ്ര ചോഴൻ എന്നുള്ള രാജാവ് വലിയ രീതിയിൽ ഉത്തര ഭാരതത്തിലേക്ക് വരെ പോരാട്ടം നടത്തി അവിടെയുള്ള നാട്ടുരാജാക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഗംഗാ നദീജലവും കൊണ്ടുവന്ന് ഈ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനും മറ്റും അടുത്തായിട്ടുള്ള ചിദംബരത്തിൻ്റെയൊക്കെ കുറച്ചടുത്ത് മയിലാടുതുറൈ തുടങ്ങിയ പ്രദേശങ്ങളുടെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു പ്രദേശത്തെ അവരുടെ തലസ്ഥാനമാക്കി മാറ്റുന്നു. ആ സ്ഥലമാണ് ഗംഗൈക്കൊണ്ട ചോഴപുരം. ആ ഗംഗൈക്കൊണ്ട ചോഴപുരത്ത് തൻ്റെ അച്ഛൻ രാജരാജ ചോഴൻ ഏതു തരത്തിലാണ് ഒരു ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂരിൽ നിർമ്മിച്ചത് അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു ക്ഷേത്രം അദ്ദേഹവും ഈ ഗംഗൈക്കൊണ്ട ചോഴപുരത്ത് പണി കഴിപ്പിക്കുകയായിരുന്നു. ഏതായാലും അതും ആ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പെട്ടിട്ടുള്ളതാണ് ആ ക്ഷേത്രം. പക്ഷേ തഞ്ചാവൂരിലെ തൻ്റെ അച്ഛൻ്റെ ക്ഷേത്രത്തെക്കാൾ ഉയരത്തിൽ പണിയുകയാണെങ്കിൽ അത് അച്ഛനോടുള്ളൊരു അനാദരവായിരിക്കും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഉയരം കുറച്ചുകൊണ്ട് പണിയുകയായിരുന്നു. പക്ഷേ വാസ്തുവിദ്യയും മറ്റുമൊക്കെയായി ആ ക്ഷേത്രം അത് വലിയ ഭാരതത്തിലെ ഏറ്റവും അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ആ ക്ഷേത്രം. ഏതായാലും തമിഴ്നാട്ടിൽ ഇത്രയും കാലം മാറി മരിച്ച DMKയും മറ്റുമൊക്കെ ഇതുവരെയും ഈ ദ്രാവിഡ പാർട്ടികളൊന്നും ഇതുവരെ അതിന് വേണ്ട പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി പോലും ഇതുവരെ ഈ ക്ഷേത്രത്തിലേക്ക് സന്ദർശിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിലേക്കാണ് പ്രധാനമന്ത്രി നാളെ എത്തുന്നത്. പ്രധാനമന്ത്രി 11:50 തന്നെ ഈ ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് എത്തും. അവിടെ നിന്നും അദ്ദേഹം 12 മണി മുതൽ ഏകദേശം 1:30 മണി വരെ, അതായത് 1.5 മണിക്കൂർ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചിലവഴിക്കും എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ ഈ രാജേന്ദ്ര ചോഴൻ ഒന്നാമൻ്റെ ഏഷ്യയിലേക്കുള്ള ഐതിഹാസിക സമുദ്ര പരിവേഷണത്തിൻ്റെ സഹസ്രാബ്ദത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പരിപാടികൾ കഴിഞ്ഞ 23-ാം തീയതി മുതൽ അവിടെ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വരികയാണ്. അങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അദ്ദേഹം എത്തുന്ന ഈ വേളയിൽ അവിടെ എക്സിബിഷനും മറ്റും നടക്കുന്നുണ്ട്. അതായത് ഈ ചോഴ രാജവംശത്തിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ വിളിച്ചോതുന്ന, ഒപ്പം ഭഗവാൻ പരമശിവൻ്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളും അതുമൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള പല എക്സിബിഷനുകളും അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വരവിനോടനുബന്ധിച്ച് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ ഒരു റോഡ് ഷോ തന്നെ നാളെ ഉണ്ടാവും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും വളരെ വർണ്ണാഭമായിട്ടുള്ളൊരു പരിപാടി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജരാജ ചോഴൻ്റെ ഒരു കോയിൻ നാളെ പുറത്തിറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതും തമിഴ് ജനത ഒന്നടങ്കം ആവേശത്തോടുകൂടെ ഉറ്റുനോക്കുകയാണ് നാളത്തെ ഈ ഒരു
ഒരു പരിപാടിയിലേക്ക്. ഏതായാലും ഇതിൽ രാഷ്ട്രീയമായിട്ടൊരു മാനം കൂടെ നമുക്ക് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇതുവരെയും ദ്രാവിഡ കക്ഷികളൊക്കെ തന്നെ ദ്രാവിഡവാദവും തമിഴ് വാദവും ഒക്കെ പറയുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ തമിഴ്നാട്ടിൽ കൃത്യമായിട്ട് തന്നെ ആ തമിഴ് ജനതയോട് ദേശീയതയെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ശ്രമങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. കാരണം ആ തമിഴ് പാരമ്പര്യവും പண்பாടുമൊക്കെ കൃത്യമായിട്ട് തന്നെ രാജ്യത്തിൻ്റെ ശ്രീകോവിലിൽ തന്നെ അത് ചെങ്കോല് പ്രതിഷ്ഠിച്ചുകൊണ്ടൊക്കെ രാജ്യം ആദരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല വാരണാസിയിലും മറ്റും കാശി തമിഴ്. ശരി അരുൺ, അങ്ങനെ ഗംഗൈക്കൊണ്ട ചോളപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചോള സാമ്രാജ്യത്തിൻ്റെ ധീരമായ ഏടുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങായി മാറും നാളത്തെ ഈ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.